എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു സാറ്റർഡേ ആണ്, ജോലിയൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഒരു നോമ്പിൻ്റെ സമയം കൂടെ ആവുന്ന കാരണം റൂമിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം രാവിലെ 12 മണിയായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല വെയിലുണ്ട്. ഇന്നലെ വരെ ഇവിടെ പെരുമഴയായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വെതർ എന്ന് പറയുന്ന സാധനം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിലായിരിക്കും, നാളെ വെയിലാണെങ്കിൽ മറ്റന്നാൾ മഞ്ഞായിരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇന്നെന്തായാലും ഒരു വെയിലുള്ള ദിവസമാണ്. പക്ഷേ ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ അത്ര ലൈവ്ലി ആയിട്ട് തോന്നുന്നില്ല. ഒരു വെയിലിലോട്ട് പോകുന്നേ ഉള്ളൂ, ഒരു ക്ലൗഡി എന്ന് പറയാം, അങ്ങനെ ഒരു ദിവസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സംസാരിക്കാം. ഇന്ന് ഞാൻ എപ്പോഴും വീഡിയോയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ജപ്പാൻ വ്ളോഗ്സിലൊക്കെ മെയിൻലി കാണാറുള്ളത് എന്താണ്, ജപ്പാൻ എന്താണ്, അല്ലെങ്കിൽ ജപ്പാനിൽ അടിപൊളിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജപ്പാന് ലൈക്ക് നമുക്ക് ഒരുപാട് അഡ്മയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാറും അല്ലെങ്കിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സ് ജപ്പാനെ കുറിച്ച് പറയാറും. പക്ഷേ ഇന്ന് നമുക്ക് ജപ്പാൻ്റെ യഥാർത്ഥ സൈഡിലോട്ട്, അതായത് ലൈക്ക് എന്താണ് ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നിന്ന് വന്നൊരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് ജപ്പാനിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പൊതുവേ ഇവിടെ ഇന്ത്യൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രോബ്ലം ഇവിടെ പ്രധാനമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺലിനെസ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ റൂമിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തെ റൂമിൽ ആരാണുള്ളത് അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തെ റൂമിൽ ആരാണുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ഇപ്പം നമുക്കറിയാം, അനാവശ്യ കാര്യങ്ങൾക്കാണെങ്കിലും ആവശ്യ കാര്യങ്ങൾക്കാണെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് കാണും. ലൈക്ക് ചിലപ്പോഴൊക്കെ നമുക്കതൊരു ഒരു ശല്യമായി തോന്നുമെങ്കിലും ചില സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു രാജ്യത്ത് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരാ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ മാത്രം, അതിൻ്റെ അപ്പുറത്തോട്ട് ഒരാളുടെ ജീവിതത്തിലോട്ട് ഇവർ ഇടപഴകില്ല. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു ഹെൽപ്പ് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും, എന്തായാലും ഹെൽപ്പ് ചെയ്യും, അതിനൊക്കെ നല്ല ആളുകളാണ്. പക്ഷേ ഇവരായിട്ട് നമ്മളോടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് ഫ്രണ്ട്സ് ആവാനൊന്നും ഇവർ നോക്കില്ല. ഓക്കെ, പിന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഓഫീസിലാണെങ്കിൽ നല്ല വർക്ക് കൾച്ചറാണ്. എല്ലാവരും അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയാണ്. നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും എൻ്റെ മാനേജറൊക്കെ എങ്ങനെയാണ്, എത്ര ഫ്രണ്ട്ലിയാണ് എന്നുള്ള കാര്യം. അപ്പോൾ പക്ഷേ ഇവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളോട് ഈ ഒരു ഓഫീസ് ലൈഫ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ഉള്ളൊരു ബന്ധം എന്നതിലപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ അവരുടെ വീടിൻ്റെ മുൻ സൈഡിൽ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നുണ്ടെന്ന് വെറുതെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ പറയും, ഇപ്പം നമ്മളെ നാട്ടിലാണെങ്കിൽ വാ ഒരു ചായയൊക്കെ കുടിച്ച് പോവാം, അങ്ങനെയൊക്കെ ഒരു കൾച്ചർ ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുന്നിലാണെങ്കിൽ പോലും ഇവർ നമ്മളെ വീട്ടിലോട്ട് അടുപ്പിക്കില്ല. അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീലായത്. പൊതുവെ ഇവരങ്ങനെ തന്നെയാണ്, ഇവർക്ക് ഇവരുടെ ജീവിതം, ആ ഒരു ലൈഫ്, ആ ഒരു ഇതിൽ ജീവിക്കുന്നവർ. അപ്പോൾ നമ്മളൊരു പുതിയ രാജ്യത്തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും എസ്പെഷ്യലി ജപ്പാനിൽ നമുക്കൊരു ലോൺലിനെസ് എന്തായാലും ഫീൽ ആവും. ഇനിയിപ്പം എന്താ പറയുക, ബാക്കി കുറേ ഫോറിനേഴ്സ് ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെ മലയാളികളൊക്കെ ഒരുപാടുള്ള ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ലായിരിക്കും. പക്ഷേ അതല്ലാതെ നമ്മൾ ജാപ്പനീസ് ആളുകൾ മാത്രമുള്ളൊരു സ്ഥലത്താണ് വന്ന് പെടുന്നെങ്കിൽ നമുക്ക് അത് ജീവിച്ചു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളൊരു പരിധി വരെ വിചാരിക്കും, എന്താ പറയുക, എൻ്റെ ജീവിതമാണ്, ഒറ്റയ്ക്ക് ജീവിക്കണം, അത് എന്താ പറയുക ലോൺ ലൈഫ് എൻജോയിങ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ എന്താ പറയുക പറയാൻ പറ്റും. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും കൂടെ വേണമെന്ന് തോന്നിപ്പോകുന്ന മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ കുറച്ച് പെട്ടുപോകാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നോക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. എസ്പെഷ്യലി ഫോറിനേഴ്സൊക്കെ ഇപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ കോളേജിലൊക്കെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ നമുക്ക് ഫോറിനേഴ്സ് ആയിട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് മാക്സിമം ഇടപഴകാൻ നോക്കുക. ഇനിയിപ്പം ജോലിക്ക് വരുന്നവരാണെങ്കിൽ മാക്സിമം എങ്ങനെയെങ്കിലും ഓരോ കമ്മ്യൂണിറ്റീസിലൊക്കെ ചെന്ന് നമ്മളതിൻ്റെ ഒരു പാർട്ടാവാൻ നോക്കുക. അതാണ് ആദ്യത്തെ ഒരു കാര്യം പറയാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലാംഗ്വേജ് ബാരിയർ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ടൂറിനൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു 5-6 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു 7 ദിവസത്തേക്കൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ ട്രിപ്പൊക്കെ വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി ടോക്കിയോ, ഒസാക്ക,
അങ്ങനെ ഒരു സിറ്റി ഏരിയയിലോട്ടാണ്. അപ്പോൾ ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോറിനേഴ്സൊക്കെ എന്തായാലും ഉണ്ടാവും. പിന്നെ എന്തായാലും അവിടെയുള്ള ജാപ്പനീസ് ആളുകൾക്കാണെങ്കിലും ഒരു ഇത്തിരിയെങ്കിലും ഇംഗ്ലീഷ് അറിയാണ്ടിരിക്കില്ല. അപ്പം നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ നമുക്ക് ഈസിയാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ ഇന്ത്യയിൽ എത്ര നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടുള്ള രീതിയിൽ കേട്ടാലെങ്കിലും മനസ്സിലാവാത്തവരായിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ്. ഒരു മെജോറിറ്റി ആളുകൾക്കും ഇംഗ്ലീഷിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ പോലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഇവരുടെ ലാംഗ്വേജ് തന്നെയാണ് ഏറ്റവും പ്രൈമറി ഇമ്പോർട്ടൻസ് ഇവർ കൊടുക്കുന്നത്. അപ്പം ആ ഒരു പ്രശ്നം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പോൾ ടൂർ വരുന്ന അങ്ങനെ ഒരു 5-6 ദിവസത്തിന് വരുന്നവരാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് പോകും. പിന്നെ രാജ്യം കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് പോകും. പക്ഷേ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളിവിടെ ഒരു പെർമനൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ പ്രശ്നം അനുഭവിക്കും. കാരണം ഇവിടെ ജീവിച്ചു പോകണമെങ്കിൽ അത്യാവശ്യം കുറച്ച് ജാപ്പനീസ് അറിയേണ്ട നമുക്ക് സർവൈവ് ചെയ്യാൻ ഇവിടെ പറ്റില്ല. അങ്ങനത്തെ ഒരു കൺട്രിയാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഓഫീസിൽ പോയിട്ട് ശരിയാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഒരാളുടെ അടുത്ത് ചോദിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ജാപ്പനീസ് നമുക്ക് അറിയൽ നിർബന്ധമാണ്. ഓക്കെ, ഇപ്പം ഞാനിവിടെ താമസിക്കുന്നത് ഒരു വലിയൊരു സിറ്റി ഏരിയയിലൊന്നുമല്ല. അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ പറയുക ലോക്കലായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇവരുടെ. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തീരെ ഒട്ടും ഇംഗ്ലീഷ് അറിയില്ല. അപ്പം നമ്മൾ ജാപ്പനീസ് അറിയാണ്ട് ഇവിടെ ജീവിക്കുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടിയും പറ്റാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ലാംഗ്വേജ് ബാരിയർ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ അതിൽ ഇപ്പോൾ നമ്മൾ JLPT എക്സാംസ് ഉണ്ട്. അപ്പം JLPT എക്സാംസ് നമ്മൾ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റാണ്. അപ്പോൾ അതിൽ N5 തൊട്ടിട്ട് N1 ലെവൽ വരെ ഉണ്ട്. അപ്പോൾ അതിൽ ആ N5 എങ്കിലും ആ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ ആ ഒരു N5 ലെവലിൽ എന്താണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ സിലബസിലുള്ളത് ആ സിലബസിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിവിടെ ജപ്പാനിൽ വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട്, ഒരു പെർമനൻറ്റ് രീതിയിൽ നിൽക്കാനാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്ന വരയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ അറിഞ്ഞു വന്നിട്ടാണെങ്കിൽ കൂടെ ചില സമയത്ത് എൻ്റെ സീനിയേഴ്സൊന്നും എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് കുറച്ച് അങ്ങനെ കഷ്ടപ്പെടാറുണ്ട് എൻ്റെ കാര്യങ്ങൾ പറയാനും. ഓക്കെ, തുടക്കത്തിൽ ഇപ്പം ഓക്കെ ആയി. പക്ഷെ വന്ന സമയത്ത് ഈവൻ N5 ലെവൽ ഉണ്ടെങ്കിൽ കൂടെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നല്ല പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടായിരുന്നു. അപ്പം അതൊരു കാര്യമാണ് ലാംഗ്വേജ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡാണ്. അതൊരു പ്രധാന കാര്യമായിരിക്കും, എസ്പെഷ്യലി വെജിറ്റേറിയൻസിന്. അതായത് ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. ലൈക്ക് ഇവിടെ അത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഇപ്പം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലായിടത്തൊന്നും കാണാൻ പറ്റില്ല. ഇപ്പം ടോക്കിയോ, ഒസാക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊക്കെ അധികം നമുക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാം. അതല്ലാത്ത സ്ഥലത്തൊക്കെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഫുഡൊക്കെ ഓപ്ഷൻസ് കുറേ ഉണ്ടാവും. അതല്ലാത്ത നമ്മൾ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ജപ്പാൻ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റേറിയൻ ഓപ്ഷൻസ് വളരെ വളരെ കുറവായിരിക്കും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരാൾ വെജിറ്റേറിയനാണ്. അപ്പോൾ ആള് കിടന്ന് കഷ്ടപ്പെടാറുള്ളത് നമ്മൾ കാണാറുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ കൂടെ നമ്മൾ ആൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്ഷൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു സങ്കടം തോന്നും. കാരണം ആൾക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ കൂടെ ചിലപ്പം ചിലതൊന്നും കഴിക്കാൻ പറ്റാറില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സാലഡോ അങ്ങനെ എന്തെങ്കിലും മാത്രം ആ ഒരു ഫുഡിൽ മാത്രമായിട്ട് ഒതുങ്ങി പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ വെജിറ്റേറിയൻസിന് മാത്രമല്ല, ആസ് എ മുസ്ലിം ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു പ്രശ്നമുണ്ട്. അതായത് ഹലാലായിട്ടുള്ള ഫുഡ്സ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നോർമൽ ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചോദിക്കുക ബുത്താനിക്കു ഹൈത്തമസ്ക എന്നാണ്. അതായത് പോർക്ക് ആഡഡ് ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ മിക്ക ഫുഡാണെങ്കിലും ഇപ്പോൾ ചിപ്സ് ആണെങ്കിൽ ചിപ്സ്, ന്യൂഡിൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് എന്ത് നമ്മൾ തൊട്ട് നോക്കിയാലും എല്ലാത്തിലും ഇവരൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഈ പോർക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതും ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ഏതൊരു ഫുഡ് വാങ്ങുമ്പോഴും നമ്മൾ അതിൻ്റെ ബാക്കിലുള്ള ഇൻഗ്രീഡിയൻസ് ഐഡിയ നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുക. അപ്പം അതൊരു പ്രശ്നമാണ്. അപ്പം ഇവിടെ ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ വിചാരിക്കും പുറത്ത് പോയിട്ട് മന്തി കഴിക്കാം, പുറത്ത് പോയിട്ട് അൽഫാം കഴിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മളങ്ങനെ ജനിച്ച് വളർന്നവരാണ്. അപ്പം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കങ്ങനെ ഓപ്ഷൻസേ ഇല്ല.
ഇല്ലാണ്ടായി. അതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോയിൽ പൊതുവേ ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോസ് കാണുന്നതൊക്കെ. അത് കണ്ടിട്ട് എൻ്റെ നാട്ടിൽ എന്നെ അത്ര അറിയാത്ത ഈ കുട്ടികളൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പം അതിലൊരു കുട്ടി ആ കുട്ടിയുടെ പാരൻറ്റിനോട് ചോദിച്ചു, ഈ ചേച്ചിക്ക് അവിടെ കുക്കിംഗ് ആണോ ജോലി, ലൈക്ക് ആ ചേച്ചി ഷെഫാണോ എന്നൊക്കെ. ആക്ച്വലി ഷെഫൊന്നുമല്ല, എന്താ പറയുക, സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന. കാരണം ക്രേവിങ്സ് എന്ന് പറയുന്നത് നമുക്കൊരു പരിധി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കാറ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ കൂടെ എന്താ പറയുക, ഹലാലായിരിക്കണം എന്നില്ല. ഇവിടെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് ഷോപ്സ് ഉണ്ട്, അവിടെ മാത്രമേ നമുക്ക് ഹലാലായിട്ടുള്ള ചിക്കൻ വരെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഫുഡിൻ്റെ കാര്യത്തിലും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ ജാപ്പനീസ് ഫുഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഓക്കെയാണ്. പിന്നെ ജാപ്പനീസ് ഫുഡ് ഒരാൾക്ക് ഇഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അങ്ങനെ എളുപ്പത്തിൽ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം ഇവിടെ വന്ന സമയത്ത് സുഷി എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പോൾ ഞാൻ റോ ഫിഷ് വരെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു എന്താ പറയുക, നാടോടുമ്പോൾ നടുവേ ഓടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ആളായിട്ട് മാറണം എന്നാണല്ലോ. അപ്പം എന്താ പറയുക, അതിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി വരും. പക്ഷേ തുടക്കത്തിൽ എന്തായാലും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. പിന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഓക്കെ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ സഫർ ചെയ്യും. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയാനാണുള്ളതാണെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി കുറേ റീൽസിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ജപ്പാനിലെ വർക്ക് കൾച്ചർ കുറച്ച് ഹെക്റ്റിക്കാണ്, അല്ലെങ്കിൽ കുറച്ച് ബാഡാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. സംഗതി ഒരു പരിധി വരെ ശരി തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ വന്നുപെട്ട കമ്പനിയിൽ അങ്ങനത്തെ ഒരു വർക്ക് പ്രഷർ ഇല്ല, അങ്ങനെ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അല്ല. ലൈക്ക് രാവിലെ 8 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെയാണ് എൻ്റെ ഡ്യൂട്ടി ടൈം വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ജോലിയുടെ സംബന്ധമായിട്ടുള്ള ഒരു കോള് പോലും നമ്മുടെ വീട്ടിലോട്ട് വരില്ല, ഫുൾ ഫ്രീ ആണ്. അങ്ങനെയാണ്. അപ്പം അതങ്ങനെയാണ്. പിന്നെ എൻ്റെ ലീവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എനിക്ക് 2 മാസം നാട്ടിൽ പോയിട്ട് റിമോട്ട് വർക്ക് ചെയ്യാം. ഒരു ലീവായിട്ട് പറയാനില്ല, പക്ഷെ 2 മാസം നാട്ടിൽ പോയി നിൽക്കാം, അത് റിമോട്ടായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ 11 ദിവസമാണ് എനിക്ക് പെയ്ഡ് ലീവ് ഉള്ളത് ഒരു വർഷത്തിൽ. പിന്നെ അത് 12 ആവും, ഓരോ വർഷം കഴിയുന്നതോറും 12 ആവും, 13 ആവും, 14 ആവും, അത് അങ്ങനെ കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കമ്പനിയിലുള്ളത് ഇങ്ങനെയാണ്. പക്ഷേ എല്ലാ കമ്പനീസും ഇങ്ങനെയല്ല. അതായത് ഇവരോട് ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാത്ത കമ്പനീസ് ഉണ്ട്, നാട്ടിൽ പോകാൻ പറ്റാത്ത കമ്പനീസ് ഉണ്ട്, വന്ന് പോയിട്ട് നമ്മളൊരു ഓഫർ എടുത്ത് പെട്ടുപോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാത്രി 10 മണി വരെയൊക്കെ പണിയെടുപ്പിക്കുന്ന കമ്പനീസ് ഉണ്ട്, 12 മണി വരെ പണിയെടുപ്പിക്കുന്ന കമ്പനീസ് ഉണ്ട്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര വർക്ക് ഹോളിക്കാണ്. ഇവർക്കതൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇവർക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒറ്റയ്ക്ക് അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പണി കുറച്ചധികം എടുക്കുന്നത് പ്രശ്നമല്ല, അവർക്ക് വർക്ക് ചെയ്യുന്നത് ഇഷ്ടമാണ്, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ പിന്നെ ഇവർക്കത് വലിയ സീനില്ല. പക്ഷേ നമ്മൾ ഒരു ഫോറിനർ ഇവിടെ വന്ന് ജീവിക്കുമ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചർ ആവുമ്പം നമുക്ക് കുറച്ച് ബാഡ് ആവുന്നൊരു സിറ്റുവേഷൻസ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വർക്ക് കൾച്ചർ ഇവിടെയുണ്ട്. അപ്പം നമ്മളൊരു ഓഫർ കിട്ടുമ്പോൾ എല്ലാം നോക്കിയും കണ്ടും വേണം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആണ് ജപ്പാനിൽ പൊതുവെ ഒരു ഭയങ്കര വർക്ക് ഹോളിക് ആവുന്ന കാരണം നമ്മളും അങ്ങനെ തന്നെ ആവണം എന്നുള്ളൊരിതാണ്. ഇപ്പം എൻ്റെ പരിചയത്തിലുള്ളൊരു ചേച്ചി, ആ ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായി, പക്ഷെ ആ ചേച്ചിക്ക് നാട്ടിൽ പോകാൻ ഇതുവരെ പറ്റുന്നില്ല. ലൈക്ക് അവർക്ക് നാട്ടിൽ പോയിട്ട് റിമോട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു വർഷത്തിലാകെ 10 ദിവസം ലീവോ മറ്റോ ഉള്ളൂ. അങ്ങനെ ഉള്ളൊരു കണ്ടീഷനാണ്. ചേച്ചിക്ക് നാട്ടിൽ പോകാൻ പറ്റാറില്ല. അപ്പം അങ്ങനെയുള്ളവരുണ്ട്. അപ്പം ഇതൊക്കെ നോക്കി കണ്ടും നമ്മൾ ഒരു ഓഫർ എടുക്കുക. ജപ്പാനിൽ ഈ ഒരു പ്രശ്നമുണ്ട്. എന്തോ ഭാഗ്യത്തിന് എനിക്കില്ല, പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേസസ് ആണ്. അതായത് പലരും ചോദിക്കാറുണ്ട് ജപ്പാനിൽ റേസസ് ഉണ്ടോ, ഇങ്ങനെയാ എന്തൊക്കെയാണ്. എനിക്കങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി പറയാൻ പറ്റില്ല റേസസ് അവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, അതായത് കുറച്ച് പഴയ ആളുകളുണ്ടാവും. അവർക്കൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ച് റേസിസം ഫീൽ എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ലൈക്ക് എന്താ പറയുക, ഇവർ അല്ലാത്തവരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ ഇപ്പം അവരുടെ അടുത്ത് പോയിരുന്നു കഴിഞ്ഞാൽ അവർ എണീറ്റ് പോകും. ഓക്കെ, ഇപ്പം നമ്മളൊക്കെ അതൊരു രസമായിട്ടൊക്കെ കാണാറ്, നമുക്കത് ഫീലൊന്നും ഇല്ല. ലൈക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിരുന്നു കഴിഞ്ഞാൽ സീറ്റ് ഭയങ്കര തിരക്കായിരിക്കും, അതിൻ്റെ ഇടയിലൊരു സീറ്റ് കിട്ടി നമ്മൾ അവിടെ ഇരുന്നു, പക്ഷെ അവരൊപ്പം എണീറ്റ് പോകും. അപ്പം പിന്നെ നമ്മുടെ കൂടെയുള്ള ആൾക്കും അവിടെ വന്നിരിക്കുക, അതാ പിന്നെ ഒരു സുഖമുള്ളത്. പക്ഷേ എങ്കിൽ കൂടെ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ ഉണ്ടാവാറുണ്ട്. അതല്ലാണ്ട് പുതിയ യൂത്ത് ആയിട്ടുള്ള ആളുകൾക്കൊന്നും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ആയിട്ടില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളോട് വന്ന് സംസാരിക്കൊന്നുമില്ല, അങ്ങനെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ല ഇനീഷ്യേറ്റീവ് എടുത്ത് വന്ന് സംസാരിക്കൊന്നുമില്ല. പിന്നെ അവരിങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കും. ആ സ്റ്റെയർ ചെയ്യുന്നതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ രൂപം കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി അവർ നോക്കുന്നതെന്ന് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. കാരണം ഇവരെ കാണാനും നമ്മളിൽ നിന്ന്
ഭയങ്കര ഡിഫറൻസ് ആണല്ലോ. ഒരുപാട് ഇപ്പം അവരുടെ ഫീച്ചേഴ്സ് ആണെങ്കിൽ, ബോഡിയിലുള്ള ഫീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ഡിഫറെൻ്റ്. അപ്പോൾ പിന്നെ അതൊന്നും അല്ലാത്തവരെ കാണുമ്പോൾ അവർ കുറച്ച് സ്റ്റെയർ ചെയ്തൊക്കെ നോക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഒരു റേസിസം എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള റേസിസം ഒന്നും ഇവിടെ നിലവിലില്ല. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസൊക്കെ നമുക്ക് ഓൾഡായിട്ടുള്ള ജനറേഷനിലുള്ള ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഫീൽ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ മനസ്സിലോട്ട് എടുക്കാണ്ടിരുന്നാൽ മതി, വലിയ പ്രശ്നമില്ലാത്ത കാര്യമാണല്ലോ അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ വേറെ ഇതുമായി സംബന്ധിച്ചൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് ഒറ്റയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോറിനേഴ്സിന് അപ്പാർട്ട്മെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു റൂമിൻ്റെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് എൻക്വയറിക്ക് വേണ്ടി വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാദ്യം ചിലപ്പോൾ ചോദിക്കുക ഫോറിനർ ആണോ എന്ന്. ഇപ്പോൾ ഫോറിനർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ചാൻസ് ഇല്ലാണ്ടാവും. ലൈക്ക് അവർ പിന്നീട് അങ്ങോട്ട് ഉള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല, അങ്ങ് നിർത്തിപ്പോവും. അപ്പം അങ്ങനെയാണ്. അപ്പം ചിലത് കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഫോറിനേഴ്സിന് റൂം കിട്ടാനൊക്കെ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഫോറിനർ ഫ്രണ്ട്ലി ഒന്നും അല്ല എല്ലാ അപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും. മേ ബി അവർ പറയുന്ന റീസൺസ് ഇതൊക്കെയാണ്. അതായത് ഈ നമ്മുടെ ഭക്ഷണത്തിൻ്റെ സ്മെല്ല്, അതായത് ഇപ്പോൾ നമ്മൾ കുറേ മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പം അതിൻ്റെ സ്മെല്ല് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോയ്സ് ഒരു പ്രശ്നമാണ്. ഇവരൊക്കെ ഭയങ്കര പതുക്കെ ഭയങ്കര എന്താ പറയുക, ഏറ്റവും മർമർ ചെയ്യുന്ന പോലെയാണ് സംസാരിക്കുക. പക്ഷേ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെയാണ് സംസാരിക്കുക. അപ്പം അതൊക്കെ അവർക്കൊരു പ്രശ്നമാണ്. അപ്പം ഇതൊക്കെയാണ് ജപ്പാനിൽ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഫോറിനർ എന്നുള്ള രീതിയിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്ട്രഗിൾസ് എന്നൊക്കെ പറയാം. പിന്നെ ജപ്പാനിൽ നിങ്ങൾ കേൾക്കുന്ന പോലെ ഒരുപാട് അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ഇല്ലയെന്നൊന്നുമല്ല. പക്ഷെ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൽ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ഒബ്വിയസ്ലി എല്ലാ രാജ്യത്തും പ്രശ്നങ്ങളുണ്ടാവും, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്നവരാവുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് നാട്ടിൽ നിന്ന് വരുന്നത് നല്ലതാണ്. അപ്പം എന്തായാലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ, ജാമത്ത.